ഒരു സന്ധിയില്ല, ഇനിയും ഒരു സമരമില്ല. ഞങ്ങൾക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഞങ്ങളുടെ സ്കെച്ചും ഞങ്ങളുടെ പൂക്കോയ തങ്ങളും ഷിയാബ് തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന, പ്രിയപ്പെട്ട കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്ലാമായി സാബി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അഭിമാനകരമായ അസ്തിത്വത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഏത് സാമ്പാർ ഉണ്ടായിക്കോ, നിങ്ങൾ ഏത് മുന്നണി ഉണ്ടായിക്കോ, പക്ഷെ ഞങ്ങൾ സ്കെച്ച് പറഞ്ഞ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഗ്രാമാന്തരങ്ങളും നഗരാന്തരങ്ങളും ഓരങ്ങളും തീരങ്ങളും താണ്ടി കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരെ ഒന്നിച്ചു നിന്ന് എതിർക്കാൻ ശ്രമിച്ചാലും ഈ മണ്ണാർക്കാടിന്റെ മണ്ണിൽ എംഎസ്എഫുകാരനുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്നലെ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റി യൂണിയൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. അഭിമാനകരമായ വിജയമാണ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ എംഎസ്എഫിന് നേടാനായത്. എന്നാൽ മണ്ണാർക്കാട് മാത്രം ജനാധിപത്യത്തിന് അപമാനകരമാകുന്ന രീതിയിലുള്ള ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പാണ് മണ്ണാർക്കാട് MBS കോളേജിനകത്ത് നടന്നിട്ടുള്ളത്. എംഎസ്എഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിക്കൊണ്ട് 36 സീറ്റുമായി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം SFI യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് MES കല്ലടി കോളേജിനകത്ത് കാണാൻ കഴിഞ്ഞത്. അത് KSUവിന്റെ അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റിയുടെ അടക്കം കൗൺസിലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ, ജനാധിപത്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു യൂണിയനാണ് MESനകത്ത് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഗോവിന്ദൻ മാഷ് കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരും ഒരു കാലത്ത് ജനാധിപത്യത്തോട് മുഖം തിരിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി നിന്നിരുന്ന സമയത്തൊക്കെ അവർ ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചിരുന്നത്. അത്തരം സമയങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിനകത്തെ ഏറ്റവും നല്ല സംഘടനയായി അവർ അവതരിപ്പിക്കുകയും ജനാധിപത്യ മാർഗം സ്വീകരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അങ്ങനെ ജനാധിപത്യ രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി തിരിച്ചു വരികയും അവർ UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം കഴിഞ്ഞ കുറേ നാളുകളായി CPMന്റെ നേതാക്കന്മാർ അവരെ മതമൗലികവാദികളായും തീവ്രവാദികളുമായി അവരെ ചിത്രീകരിക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും അവസാനം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തടക്കം കേരളത്തിലെ എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ ശക്തികളുടെയും വക്താക്കളായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അവതരിപ്പിക്കുകയും അത്തരത്തിലുള്ള നിലപാടുകളെ CPM സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഗോവിന്ദൻ മാഷുടെ ഏറ്റവും അടുത്ത അനുയായികളായി അവതരിപ്പിക്കപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന തലത്തിൽ തന്നെ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആർഷോയും റിയാസുദ്ദീനും അടക്കമുള്ള അവരുടെ SFIയുടെ DYFIയുടെ ഒക്കെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇന്നലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് MSFന് ഒരു മുന്നണി ഉണ്ടായിട്ടുള്ളത്. ഫ്രറ്റേണിറ്റിയുടെ നേതാക്കന്മാർ തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്നലെ സൂചിപ്പിച്ചു, നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ ഫലമായിട്ടാണ് അവരുടെ 3 കൗൺസിലർമാർ മാത്രമുള്ള ഫ്രറ്റേണിറ്റിക്ക് യൂണിയന്റെ ജനറൽ ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുകയും അവരുടെ വോട്ടുകൾ വാങ്ങി അവരൊരു മുന്നണിയായിക്കൊണ്ട്, കൃത്യമായ ഒരു മുന്നണിയായിക്കൊണ്ട് തന്നെ മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് മണ്ണാർക്കാടിനകത്തുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകളിൽ, ഇത്തരത്തിലുള്ള ചെയ്തികളിൽ CPMന്റെ നിലപാടെന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരിക്കലും ദഹിക്കാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ഒരു ക്രിയാത്മകമായിട്ടുള്ള വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് MSFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരത്തിലുള്ള യൂണിയൻ സമീപനങ്ങളോട്, അത്തരത്തിലുള്ള സഖ്യ സമീപനങ്ങളോട് CPMന്റെ നേതാക്കന്മാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അറ്റൻഡൻസിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ കേസും കലോത്സവം ഇവിടെ മണ്ണാർക്കാട് മെജാറ്റ് കോളേജിൽ നടന്നല്ലോ. എന്താണ് PM ആർഷോ കാണിച്ചത്? എന്താണ് PM ആർഷോന്റെ പ്രവർത്തനം? കലോത്സവം സർഗാത്മകമായ വിദ്യാർത്ഥികളുടെ കലാമേളകൾ നശിപ്പിക്കാൻ വേണ്ടി, അവരുടെ അവസരങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയുള്ള തമ്മാടിത്തരപരമായ നിലപാടല്ലേ ആർഷോ സ്വീകരിച്ചിട്ടുള്ളത്? ആർഷോ ഇന്ന് മണ്ണാർക്കാട് MES കല്ലടി കോളേജിന് മുന്നിൽ ഒരാഴ്ചത്തോളം പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കന്മാരെ ക്യാമ്പ് ചെയ്തതുകൊണ്ട് ഈ സംവിധാനത്തെ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നു. നിങ്ങൾ ആരെയാണ് വിലക്കെട്ടുന്നത്? ഇവിടുത്തെ CPMന് എന്താണ് പറയാനുള്ളത്? CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്താണ്? ജില്ലാ സെക്രട്ടറി പാത്തോടാതെ ആദർശങ്ങളും അഭിമാനകരമായ കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മണ്ണാർക്കാട് പറയാറുണ്ടല്ലോ.